വന്ന കക്ഷി എങ്ങനെ? എന്ത്? വയ്യ. അച്ഛനല്ല ആര് പറഞ്ഞാലും ശരി, കാണാൻ നിന്നു കൊടുക്കണ ഈ ചടങ്ങ് ഇനി വയ്യ. എനിക്കൊരു ജോലി വാങ്ങിത്തരൂ. എന്ത് ജോലിയായാലും ചെയ്യാം. എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ദൂരത്തെങ്ങാനാണ് താമസിച്ചിരുന്നെങ്കിൽ ഞാൻ അടുക്കളപ്പണിക്ക് വന്ന് നിൽക്കുമായിരുന്നു. എന്തായിരുന്നു പുതിയ പാർട്ടിയുടെ ഡിമാൻഡ്? അറിഞ്ഞൂടാ. അച്ഛൻ ഒച്ച വയ്ക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഇറങ്ങിപ്പോന്നു. കുമാരൻ റൈറ്ററുടെ മകളായതുകൊണ്ട് കൂലിപ്പണിക്കും പോകാൻ പാടില്ലല്ലോ. തൊഴുതു മടങ്ങും സന്ധ്യമേതോ വീഥിയിൽ മറയുന്നു. ഈറൻ മുടിയിൽ നിന്നെറ്റിറ്റു വീഴും നീർമണി തീർത്ഥമായി, കറുകപ്പൂവിന് തീർത്ഥമായി. കണ്ടവനെ പിടിച്ച് പള്ള വേർപ്പിച്ച അപഖ്യാതിയോടെ കേൾപ്പിക്കണം. എന്നിട്ടാ ഞാൻ ചാവും. അച്ഛൻ വരൂ. ഒരു കഥക്കാരൻ ഇറങ്ങിയിരിക്കും. തന്റെ പത്രം നടത്തുന്ന വർഗീസ് മലയാളി ചോദിച്ചാൽ അറിയാം കുമാരൻ റൈറ്റർ ആരാണ്. നിന്റെ ഒരു പാട്ടും കൂത്തും മാനം മര്യാദയായിട്ട് കഴിയുന്ന കുടുംബങ്ങളാണ് അയലോക്കങ്ങളിൽ. നീ സൂക്ഷിച്ച് നടന്നോ. അച്ഛൻ വരൂന്നേ. അച്ഛൻ എങ്ങോട്ടാ? പുറത്തു പോയി വരാം. കഴിക്കാറായിരിക്കണം. പോയോ? ഞാനൊന്ന് അലസിക്കയുടെ വീട് വരെ പോയിട്ട് വരാം. വരും. പൂട്ടിക്കോളൂ. ഞാൻ വെറുതെ വന്നാണ്. ഞാൻ വെറുതെ പുറത്ത് നടക്കാമെന്ന് വെച്ചു. ഇന്ന് ഓഫാണല്ലോ. വരും. അച്ഛൻ ഒന്നും വിചാരിക്കരുത്. എന്തോ വെളിവില്ലാതെ പറഞ്ഞെന്ന് കരുതിയാൽ മതി. എനിക്ക് ഊഹിക്കാം. പശ്ചാത്താപം ഇനി ചാരാക്കടയിലാവും. പാതിരയ്ക്ക് വന്നാൽ ഞങ്ങൾ രണ്ടാളെയും വിളിച്ചു നിർത്തി കരയാൻ തുടങ്ങും. ശകാരം സഹിക്കാം. ആ കരച്ചിൽ കാണാൻ വയ്യ. എന്നെ കൊണ്ട് ശല്യമായോ? ഏയ്, അതൊന്നും ഞാൻ സാരമാക്കില്ല. ഇരിക്കെ, ഞാനൊരു ചായ ഉണ്ടാക്കുന്ന പരീക്ഷണം നോക്കാം. ഞാനുണ്ടാക്കാം. അരുത്. മറ്റൊരുത്തന്നെ ശപിക്കും. അരുത്. നിന്നെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ മനസ്സിൽ വലിയ വിഷമം. ഞാൻ നിസ്സഹായനാണല്ലോ എന്ന ദുഃഖം. എന്തിന്? പ്രീ ഡിഗ്രി തോറ്റിരിക്കുന്ന ഒരു ഗതിയില്ലാത്തൊരു കുടിയൻ തന്തയുടെ മോൾക്ക് പേരുള്ള ഒരാൾ വരില്ല. പിന്നെന്തിനു ദുഃഖിക്കണം? ഒരു തമാശ പറയട്ടെ. അല്പം വൈകിപ്പോയി നിന്നെ കണ്ടതെന്ന് തോന്നി. എനിക്ക് നിന്നെയും വിട്ടുകളയാൻ ഇഷ്ടമല്ലെന്നാണ് സത്യം. സ്വാർത്ഥതയാണ്. അങ്ങനെ സാറ് ഷെയ്ഖോ സുൽത്താനോ ആവാൻ നോക്കണ്ട.
എന്നും എനിക്കൊരു നല്ല ഫ്രണ്ടായിരിക്കുമെന്ന് പ്രോമിസ് ചെയ്താൽ മതി. വലിയ ആളായി, വളരെ വലിയ ആളായി, ലോകം മുഴുവൻ അറിയുന്ന കാലത്തും മനസ്സിൽ പതുക്കെ പറയാമല്ലോ അതെന്റെ ചങ്ങാതിയാണെന്ന്. അത് മതി എനിക്ക്. ഇവിടെ മിസ്റ്റർ ജയദേവൻ എന്നൊരാൾ താമസിക്കുന്ന സ്ഥലം? ആ വീടാണ്. ആളില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ വാടകയ്ക്ക് കൊടുത്ത സ്ഥലമാണോ? അല്ലല്ല, ഒക്കെ ഒരു ജന്മിയുടെയാ. നളിനി, ജയച്ചേട്ടനകത്തുണ്ടോ നോക്ക്. പൂട്ടി കിടക്കുക ചേച്ചി. പുറത്തുനിന്ന് പൂട്ടിയ പിന്നെ അകത്ത് ഒളിച്ച് കടന്നിരിക്കുവോ? വരുമ്പോ പറയാം. വേണമെങ്കിൽ ഇരിക്കാം. ജോലിക്ക് ആരും ഇല്ലേ അവിടെ? ഇല്ല. അപ്പോ ഭക്ഷണമൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്നാവും അല്ലേ? അല്ല, പുറത്തുനിന്ന്. തോന്നിയ സമയത്തല്ല ഡ്യൂട്ടി. എഴുത്തുകാർക്ക് വായുഭക്ഷണം കൊണ്ട് കഴിയാമായിരിക്കും. ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇരിക്കുന്നില്ലേ? ടാക്സി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ വഴി പോകുമ്പോ വെറുതെ കയറിയതാണ്. നിങ്ങളുടെ പേര്? ഗീത. വരുമ്പോൾ എന്താ പറയേണ്ടത്? ഒന്നുമില്ല. ഭാരതി അന്വേഷിച്ചു വന്നു പറഞ്ഞോളാം. എന്നെ എങ്ങനെ അറിയും? ദിവ്യദൃഷ്ടിയുടെ വരം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇവിടെ 3 ദിവസമായ ആളെ കാണാത്തപ്പോ വല്ല റോഡ് അപകടത്തിലും പെട്ടെന്ന് അറിയാൻ ഇറങ്ങി. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടി കയറായി. ഇരിക്കും, നമുക്ക് ഒന്നിച്ചിറങ്ങാം. അയൽവക്കക്കാരോടാണല്ലോ ആളുകൾ ആദ്യം അന്വേഷിക്കുന്നത്. ഭാരതി അന്വേഷിച്ചു വന്നിരുന്നു. ഞാനിപ്പോ വരാം. ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെയായിരുന്നു. വാടക വീടും പരിസരവും ഏതായാലും ഭാരതിക്ക് ബോധിച്ചിട്ടില്ല. മുഖം കണ്ടപ്പോ തോന്നി. വീട്ടിൽ വരരുത്, ഭാരതിയെ കാണരുത് എന്ന് VP സാർ ഉറപ്പിച്ചു പറഞ്ഞു. ആവശ്യമില്ലാത്ത മനക്കണക്കുകൾ കൂട്ടി എന്റെ മണ്ടത്തരത്തെ ശപിച്ചാൽ മതി. ഒക്കെ ശരിയാവും. ഭാരതിയോട് ഇനി ഇവിടെ വന്ന് കാണാൻ ഞാൻ ചെന്ന് പറയാം. സന്ദേശം വിസ്തരിച്ചു പറഞ്ഞുതരും. ഹംസത്തിന്റെ റോളിന് ഞാൻ തയ്യാർ. വേണ്ട, ഒന്നും വേണ്ട. അതൊരു പകൽക്കനാവായിരുന്നു നീ കരുതുന്നുള്ളൂ. എല്ലാം മറക്കാൻ നോക്കാണ് ഞാനിപ്പോ. ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്ത് നോക്കി. ഭാരതിയില്ലെങ്കിൽ ജീവിതം വ്യർത്ഥമെന്ന് തോന്നിയ ഒരു മണ്ടൻ കാമുകനാണോ ഞാൻ? അല്ല. ആ വീട്, പരിസരം, പുസ്തകങ്ങൾ, VP സാറിന്റെ തണൽ, സ്വല്പ അധികാരത്തോടെ അവിടെ കഴിഞ്ഞാൽ കൊള്ളാമെന്ന് ഏതോ ഒരു ദുർബല നിമിഷത്തിലൊരു മോഹം തോന്നി. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന നാടൻ തത്വം ഇപ്പൊ ശരിക്കും പഠിച്ചു. നടക്കട്ടെ. പെണ്ണുങ്ങളുടെ നാടകം കാണാൻ വരുന്നു. ഒരു പാസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇരിക്കൂ, നാടകം വൈകുന്നേരമല്ലേ, കുറച്ച് കഴിഞ്ഞ് പോവാം. ഒരു തമാശ പറയട്ടെ. എന്നെ കല്യാണം കഴിച്ചോളൂ. പിന്നെ വലിയ ആളായി കൂടെ കൊണ്ടു നടക്കാൻ ഞാൻ പോരാൻ തോന്നുമ്പോ ഉപേക്ഷിച്ചോളൂ.
ഞാൻ വലിയ ആളാവുമെന്ന് കരുതുന്ന ഒരേ ഒരാൾ നീയാണ്. ആവും. എന്റെ വിശ്വാസം പിഴയ്ക്കില്ല.